കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹരീഷും സുധീഷും നീതുവിൻ്റെ വീട്ടിലെത്തി വഴക്കുണ്ടാക്കുകയാ. നിങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതാണോ എന്ന് അഖിൽ ചോദിക്കേ. അതേടാ, എന്താ സംശയം? നിനക്ക് എന്നോട് സംസാരിക്കണമെങ്കിൽ ഞാൻ ഇരിക്കുന്നിടത്ത് വന്നിട്ട് സംസാരിക്കണം, അല്ലാതെ ഞാനില്ലാത്ത നേരം നോക്കി വീട്ടിൽ വന്ന് വീരവാദം മുഴക്കാൻ നിൽക്കരുത് എന്ന് ഹരീഷും പറയുന്നുണ്ട്. എന്റെ മോളുമായുള്ള സകല ഏർപ്പാടുകളും നിർത്താൻ ഞാൻ നിന്റെ കടയിൽ വന്ന് പറഞ്ഞതല്ലേടാ, എന്നിട്ടും അത് അവസാനിപ്പിക്കാനുള്ള ഭാവം നിനക്കില്ല. അതും നോക്കി ഞാൻ മിണ്ടാതിരിക്കണോ എന്ന് നീതുവിന്റെ അച്ഛൻ ചോദിക്കേ. ദേ നോക്ക്, നീ ഞങ്ങളുടെ മോളുമായി മിണ്ടുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അത് അവൻ പറയാൻ വന്നത്, അത് അവന്റെ അവകാശമാ. അതിന് വീട്ടിൽ കയറി വന്ന് അടി ഉണ്ടാക്കാണോ വേണ്ടത് എന്ന് നീതുവിന്റെ അമ്മയും ഒച്ച വെക്കുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും അവരുടെ അടുത്തേക്ക് ചെന്ന്, എന്നാ ഞാൻ ആ കാര്യം അങ്ങ് പറയാം. നിങ്ങളുടെ മകളെ എനിക്കിഷ്ടമാണ്, ഇവൾക്ക് എന്നെയും ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനിയും ഞങ്ങൾ കാണും. ഇവൾക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് പറയട്ടെ, അപ്പൊ ഞാൻ സംസാരിക്കുന്നത് അങ്ങ് നിർത്താം എന്ന് ഹരീഷ് പറഞ്ഞു നിർത്തുമ്പോഴേക്കും, ഹരീഷെ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ പറയയില്ല എന്ന് നീതു സന്തോഷത്തോടെ പറയുകയാണ്. അതുകൾക്ക് അഖിലും തല്ലി തല പൊളിക്കും ഞാൻ എന്ന് ദേഷ്യത്തോടെ അവളോടായി പറഞ്ഞ് ഹരീഷിനോടായി, ഇടാ ഇവളെ അങ്ങനെ മയക്കി വെക്കാനൊന്നും കരുതണ്ട എന്ന് പറയേ. ഒന്ന് പോടാപ്പാ, ഞാൻ നിന്റെ വീട്ടിൽ കയറി വന്നല്ലോ നിന്റെ അനിയത്തിയെ പ്രേമിച്ചത്. അവൾ എന്റെ ഷോപ്പിലേക്കാ വന്നത്. ഒരു പെണ്ണ് വന്ന ഇഷ്ടാണെന്ന് പറഞ്ഞാ അവള് കാണാൻ കൊള്ളാവുന്ന കുട്ടിയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആൺകുട്ടി നോ പറയൂടാ കഴുതേ എന്ന് ഹരീഷ് ചോദിക്കുന്നവർക്ക് കൈ അടിച്ചുകൊണ്ട് കലക്കി. ഇതാണ് കാമുകന്റെ ചങ്കുറപ്പെന്ന് പറയുന്നത് എന്ന് സുധീഷ് ഹരീഷിനെ അഭിനന്ദിക്കുകയാ. നീതുവിന്റെ അച്ഛനും, ഡാ വലിയ വർത്തമാനമൊന്നും പറയണ്ട, അവന് സ്വന്തക്കാരും ബന്ധുക്കളും ഒക്കെയുണ്ട്, ഒരു വാക്ക് വിളിച്ചു പറഞ്ഞാൽ മതി, നീയൊന്നും മര്യാദയ്ക്ക് ഇവിടുന്ന് തിരിച്ചു പോവില്ല എന്ന് ഭീഷണിപ്പെടുത്തേ. ഓ എന്നാ വേഗം വരാൻ പറ, ഇപ്പൊ തന്നെ മീറ്റിംഗ് കൂടി നമുക്കതങ്ങ് തീരുമാനമാക്കാം. നിങ്ങളെ സ്വന്തക്കാരോ ബന്ധുക്കളോ ആരാന്ന് വെച്ചാ വരാൻ പറ, വിളിക്കടാ എന്ന് സുധീഷ് പറയേ. അച്ഛാ, ഇവന്മാർക്ക് വേണ്ടി ഇനി പുറത്തു നാളെ കൂട്ടണോ എന്ന് ചോദിച്ച് ഹരീഷിന്റെ അടുത്തേക്ക് ചെന്ന്, ഡാ ഹരീഷെ, ഞാൻ അവസാനമായിട്ട് പറയാ, ഇനി നീ എന്റെ അനിയത്തിയെ കാണാനും പാടില്ല മിണ്ടാനും പാടില്ല എന്ന് ഭീഷണിപ്പെടുത്തേ. അതല്ലട മൊണ്ണേ, ഞാൻ നിന്നോട് ആദ്യം പറഞ്ഞത് നിന്റെ അനിയത്തി പറയട്ടെ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. അത് പള്ളി പോയി പറഞ്ഞാൽ മതി, ഞാൻ പറയില്ലെന്ന് നീതുവും. അത് കേട്ട് ദേഷ്യത്തോടെ അഖിൽ അവളെ അടിക്കാനായി ചെല്ലുന്നുണ്ടെങ്കിലും ഹരീഷ് അവനെ തടഞ്ഞ്, തൊട്ടുപോകരുത്, കൈയെടുക്കടാ, സംസാരിക്കുമ്പോ നാവ് കൊണ്ട് മറുപടി. എന്റെ മുന്നിൽ വെച്ചിട്ട് നീ അവളെ തൊട്ടാ നിന്റെ തല ഞാൻ തല്ലിപ്പൊളിക്കും, സത്യം എന്ന് ഭീഷണിപ്പെടുത്തേ. ആ കൈയും കാലും ഞാനും എന്ന് സുധീഷും പറയുന്നുണ്ട്. സുധീഷ് ചെന്ന് അഖിലിനെ ചേർത്ത് പിടിച്ച്, നീ അവിടെ വന്ന് എന്റെ വീടിനെ പറ്റി കുറെ വാചകം അടിച്ചായിരുന്നല്ലോ. എടാ, നീ ഈ വീട്ടിലല്ലേ കഴിയുന്നത്? ഇതെന്താ കൊട്ടാരം പോലുള്ള വീടാണോ? വാടകയ്ക്ക് തന്നെയല്ലേ താമസിക്കുന്നത്? എടാ, വാടക വീട്ടിൽ താമസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഇങ്ങനൊരു വീട്ടിലിരുന്നിട്ട് അവിടെ വന്ന് അമ്മാതിരി ഡയലോഗ് അടിക്കാൻ പാടില്ല കേട്ടോ. പഴയതാണെങ്കിലും ഒരു വീട് സ്വന്തമായിട്ടുള്ള ചെറുക്കനല്ലേടാ നിന്റെ പെങ്ങളെ പ്രേമിക്കുന്നത്. വെറും ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന നീ അതിന് ഇത്ര എതിർപ്പങ്ങ് കാണിച്ചാലോ എന്നൊക്കെ സുധീഷ് പറയുന്നത് ഇഷ്ടമാവാതെ, ഹരീഷെ, നിന്റെ ചേട്ടനോട് മതിയെന്ന് പറ എന്ന് നീതു വിളിച്ച് പറയുന്നുണ്ട്. അതുകൾക്ക് അമ്മയും അവളോടായി, ഇപ്പൊ എങ്ങനെയുണ്ട്? ഈ വീടിനെ പരിഹസിക്കുന്നവൻ നാളെ ഇങ്ങനൊരു വീട്ടിൽ നിന്നല്ലേ നീ വന്നതെന്ന് പറഞ്ഞ് നിന്നെയും പരിഹസിക്കും എന്ന് നീതുവിനോടായി പറയുകയാ. ഹരീഷും അവരോടായി, എന്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളുടെ മോൻ കുറെ പറഞ്ഞതല്ലേ, കുറച്ചൊക്കെ സുധീഷേട്ടൻ അങ്ങോട്ട് പറയട്ടെ എന്ന് ഹരീഷ് പറയടാ ചെറുക്ക, നാ വാടാതെ പോവാൻ നോക്ക് എന്ന് നീതുവിന്റെ അച്ഛനും പറയുന്നുണ്ട്. ഇവനോടൊക്കെ ഇനി നാവ് കൊണ്ടല്ല സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഹരീഷിന്റെ നേരെ ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് അവനെ ചുമരിലേക്ക് പിടിച്ചു തള്ളി കഴുത്തിനിട്ട് പിടിച്ച് സംസാരിക്കുമ്പോ, തല്ലാൻ വരുതെന്ന് പറഞ്ഞതല്ലേടാ എന്ന് ചോദിക്കേ. ആ കാഴ്ച കണ്ട് ഇപ്പൊ കാണുന്നില്ലടി വീട്ടിൽ കയറി വന്ന് പോക്കൃത്തരം കാണിക്കുന്നത് എന്ന് നീതുവിന്റെ അമ്മയും അവളോടായി പറയുകയാ. അത് കേൾക്കെ നീതുവും, മതി ഹരീഷെ, ഇങ്ങനൊന്നും വഴക്കുണ്ടാക്കാതെ പോവാൻ നോക്ക്, പിടിച്ചോണ്ട് പോവാൻ നോക്ക് എന്നവൾ പറയേ. അഖിലിന്റെ കഴുത്തിലെ പിടിവിട്ട് ഹരീഷിനെയും വിളിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാ. പിന്നീട് അവർ രണ്ടുപേരും റോഡിലൂടെ നടന്നു നീങ്ങുമ്പോഴേക്കും, നമ്മൾ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയോ എന്ന് ഹരീഷ് സുധീഷിനോടായി ചോദിക്കുക. ഏയ്, നീ കറക്റ്റ് പോയിന്റ് തന്നെയാടാ പറഞ്ഞേ എന്ന് സുധീഷും. എന്നാലും ആ വാടക വീടിന്റെ കാര്യം പറയണ്ടായിരുന്നു, അതുവരെ തെളിഞ്ഞു നിന്ന അവളുടെ മുഖം അപ്പോഴാ മങ്ങിപ്പോയത് എന്ന് ഹരീഷ് പറയേ. ഓഹോ, അപ്പോ നീ അതുവരെ അവളുടെ മുഖത്തിന്റെ തെളിച്ചവും നോക്കി നിൽക്കായിരുന്നോ? അമ്പട കേമ എന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നാലും അതിത്തിരി ഇൻസൾട്ടിങ് ആയോ എന്നൊരു സംശയം എന്ന് ഹരീഷ് ടെൻഷനോടെ പറയേ. ഇല്ലടാ, അവൻ നമ്മുടെ വീട്ടിൽ വന്ന് പറഞ്ഞു തോർക്കുമ്പോ നമ്മൾ പറഞ്ഞതൊന്നും ആയിട്ടില്ലടാ, നീ അങ്ങനെ വിചാരിക്കേ എന്ന് സുധീഷ് പറയേ. കുഴപ്പമില്ലല്ലേ എന്ന് ഹരീഷും ചോദിക്കുക. ഒരു കുഴപ്പവുമില്ലെന്ന്, നീ വന്നേ എന്ന് പറഞ്ഞ് ഹരീഷിനെ വിളിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാ സുധീഷ്. നീതുവും ആകെ ടെൻഷനോടെ പിന്നാമ്പുറത്ത് വന്നിരിക്കുമ്പോഴാണ് അഖിലും അമ്മയും അങ്ങോട്ട് വരുന്നത്. അഖിൽ ദേഷ്യത്തോടെ, അടി വന്നിട്ട് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ, നീ ഒറ്റ ഒരുത്തിയോ ഇതിനൊക്കെ കാരണം എന്ന് പറയേ. അമ്മയും ചോദിക്കുന്നുണ്ട്, എല്ലാവരുടെ മുന്നിൽ വെച്ച് നീ അവനെ സപ്പോർട്ട് ചെയ്തില്ലേ? ഈ വീടിനെ കുറിച്ചും നിന്നെക്കുറിച്ചും അവരുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ എന്ന് പറയേ. അതിന് എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് നീതുവും.
ഗതികെട്ടകൾ താമസിക്കുന്ന വാടക വീടെന്ന് പറഞ്ഞാൽ അതിന്ന് വരുന്ന നീയും ഗതികെട്ടവളാണെന്ന അർത്ഥം. എന്നച്ചൻ പറയെ അങ്ങനെ മനസ്സുള്ളവരുടെ ഇടയിലേക്ക് കയറി ചെന്ന നിനക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാവും അവിടെ എന്നമ്മയും ചോദിക്കുന്നുണ്ട്. നോക്ക്, ഞാൻ നിന്നെ തല്ലിയും പറഞ്ഞും മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ട്, നീ കേട്ടിട്ടില്ല. ഇപ്പൊ അവന്റെ മനസ്സിലിപ്പ് കണ്ടല്ലോ. ഇന്നവൻ നിന്റെ ചേട്ടനെ തല്ലിയെങ്കിൽ നാളെ ഈ വീട്ടിൽ വെച്ച് നിന്റെ മുന്നിലിട്ട് അവൻ എന്നെ തല്ലും. ആ നാണക്കേടും കൂടിയേ ഇനി നീ എനിക്ക് വാങ്ങിത്തരാനുള്ളൂ എന്നച്ഛൻ പറയുന്നത് കേൾക്കെ ടെൻഷനോടെ നീതു അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ അടുക്കളയിൽ സവാള അരി കിഴന്നു നിധി, കൂടെ തന്നെ നികേഷും ഇരിപ്പുണ്ട്. അപ്പോഴാണ് വീട്ടിലേക്ക് എത്തിയ സുധീഷും ഹരീഷും അങ്ങോട്ടെത്തുന്നത്. നിധിയെ കണ്ട് ഉള്ളി തൊലി കളയുകയാണോ നിധി എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നിധി ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും, അല്ല, ഞങ്ങള് ചെസ് കളിച്ചോണ്ടിരിക്കുക. ഞാൻ എന്താ ചെക്ക് വെച്ചിരിക്കുന്നു, എടത്തി രാജാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടേ വഴി ആലോചിച്ചോണ്ടിരിക്കുക, കണ്ടില്ലേ എന്നവൻ ചോദിക്കുന്നത് കേൾക്കെ നിധിക്കും ചിരി വരുന്നുണ്ട്. സുധീഷും പൊട്ടിച്ചിരി അഭിനയിച്ചത് കണ്ടോ, കോമഡി കോമഡി എന്ന് പറഞ്ഞ് ചിരിയോടെ നിൽക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് വന്ന്, രണ്ടുപേരും കൂടി രാവിലെ എങ്ങോട്ടാ പോയത് എന്ന് ചോദിക്കേ, ഏയ് ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, വെറുതെ ഒരു വാക്കിങ്ങിനെന്ന് സുധീഷും. വാക്കിങ്ങിനോ എന്ന് സംശയത്തോടെ സുഭാഷ് ഏട്ടൻ ചോദിക്കേ, ഇതേ കണ്ടില്ലേ ഇവന്റെ വയറൊക്കെ ചാടിയിരിക്കുന്നത്, കുറയ്ക്കാൻ വേണ്ടി വെറുതെ വാക്കിങ്ങിന് പോയതാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഉറപ്പാണല്ലോ എന്ന് സുഭാഷ് സംശയത്തോടെ ചോദിക്കേ, വേറെന്ത്, എന്താ സുഭാഷ് ഏട്ടാ, ഞങ്ങളെന്താ കൊച്ചു കുട്ടികളാണോ ഇങ്ങനെ ടെൻഷൻ ആവാനെന്ന് സുധീഷും ചോദിക്കുക. കൊച്ചു കുട്ടികളായിരുന്നെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു, ലോകത്തുള്ള എല്ലാ വേൾഡുകളും പിടിക്കുന്ന നിങ്ങളായതുകൊണ്ടാണ് എനിക്ക് പേടി എന്ന് സുഭാഷ് പറയേ, ഒന്ന് പോ സുഭാഷ് ഏട്ടാ, പോയി ചായ എടുത്തോണ്ട് പോയെന്ന് സുധീഷും. ഉണ്ടാക്കി വെച്ചതൊക്കെ തണുത്തു, ഇനി വേറെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് സുഭാഷ് അവിടുന്ന് പോവുകയാണ്. അപ്പോഴാണ് ഉള്ളി അരിഞ്ഞുകൊണ്ട് കണ്ണു തുടയ്ക്കുന്ന നിധിയെ സുധീഷ് കാണുന്നത്. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന്, അയ്യോ നിധി, കണ്ണരിയുന്നുണ്ടോ, ഇങ്ങതാ ഞാൻ അരിഞ്ഞോളാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി അരിയാൻ തുടങ്ങുക. അപ്പോഴാണ് നീതുവിന്റെ വീട്ടിൽ പോയി എന്തായി സുധീഷേട്ടാ എന്ന് നികേഷ് ചോദിക്കുന്നത്. നിന്നോട് ആരാ ഇത് പറഞ്ഞേ എന്ന് പരിഭ്രമത്തോടെ സുധീഷ് ചോദിക്കേ. അപ്പൊ രണ്ടുപേരും ജോഗിങ്ങിനെ അങ്ങോട്ടല്ലേ പോയത് എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല, ഞങ്ങൾ പോവാത്ത സ്ഥലത്ത് പോയിന്ന് നിന്നോട് ആരാ പറഞ്ഞത് എന്നാ ഞാൻ ചോദിച്ചത് എന്ന് സുധീഷും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, നിങ്ങളുടെ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത് എന്ന് നികേഷ് സംശയത്തോടെ വീണ്ടും പറയേ, ഞങ്ങൾ എന്തിനാടാ അങ്ങോട്ട് പോകുന്നേ, നമുക്കൊരു വിലയും തരാത്തിടത്തേക്ക് നമ്മൾ എന്തിനാ പോകുന്നത് അല്ലേ എന്ന് ഹരീഷ് സുധീഷിനോട് ചോദിക്കേ. ആ കറക്റ്റ് എന്ന് പറഞ്ഞവൻ വീണ്ടും ഉള്ളി അരിയാനായി തുടങ്ങുക. ഉമ്മറത്തെ കട്ടിലിൽ ഭാസ്കരൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഓട്ടോയുടെ ശബ്ദം കേൾക്കുന്നത്. അത് ശ്രദ്ധിച്ച് ഓട്ടോയുടെ പാട്ടും പാടി ഇരിക്കുമ്പോഴാണ് ഓട്ടോ ഹോൺ അടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്നത്. അത് ശ്രദ്ധിച്ച് ഒരു പരുങ്ങലോടെ ആരാ എന്തോ എന്ന് പറഞ്ഞ് തന്റെ കയ്യിലെ കത്തി നികേഷിന്റെ കയ്യിൽ കൊടുത്ത് സുധീഷും ഹരീഷും ഉമ്മറത്തേക്ക് പോവുകയാ. അപ്പോഴേക്കും നീതുവിന്റെ അച്ഛനും അമ്മയും ആ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുകയാ. അവരെ കണ്ട് ഭാസ്കരനും പത്രവായന നിർത്തി ഒരു ബീഡിയെടുത്ത് വലിക്കാൻ തുടങ്ങുമ്പോഴേക്കും നീതുവിന്റെ അച്ഛനും ദേഷ്യത്തോടെ, ഡാ ഭാസ്കര എന്ന് വിളിക്കാൻ, എന്താടാ ഓട്ടക്കാരാ, ദിവസവും ഓരോരുത്തരായി മാറി മാറി വരുന്നുണ്ടല്ലോ, എന്തു പറ്റി എന്ന് ചോദിക്കേ. മക്കള് ശരിയല്ലെങ്കിലേ നാട്ടുകാരെ വീട് കയറി ഇറങ്ങും എന്ന് നീതുവിന്റെ അച്ഛനും പറയുകയാ. എന്നിട്ട് വന്നിട്ട് ശരിപ്പെടുത്തി കൂലിയും വാങ്ങി തിരികെ പോവോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും, കൂലി ഞാൻ തരടോ, ഇറക്കി വിടണം നിന്റെ സന്തതികളെ എന്ന് പറയുമ്പോഴാണ് സുഭാഷും ഹരീഷും സുധീഷുമെല്ലാം മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നത്. പരിഭ്രമത്തോടെ, എന്താ ചന്ദ്രേട്ടാ എന്ന് സുഭാഷ് ചോദിക്കേ. നീ എന്നെ ഏട്ടാന്നൊന്നും വിളിക്കണ്ട, എന്റെ കുടുംബവും നിന്റെ വീടും തമ്മിൽ ചേരാൻ പോകുന്നില്ലെന്ന് മുമ്പൊരിക്കൽ ഞാൻ വന്ന് പറഞ്ഞതല്ലേ സുഭാഷേ, അത് നിന്റെ അനിയനെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്റെ മകൻ ഇവിടെ വന്നു, അതിന് പകരമായിട്ടാണോ നീ നിന്റെ അനിയന്മാരെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ചീത്ത വിളിപ്പിച്ചത് എന്നയാൾ ചോദിക്കേ. അതെ, അതിന് ഞങ്ങൾ വന്നിട്ട് എന്ത് ചീത്തയാ വിളിച്ചത്, കാര്യമല്ലേ പറഞ്ഞുള്ളൂ എന്ന് ഹരീഷും. നിങ്ങൾ ഏതോ രാജകുടുംബത്തിലുള്ളതുപോലെയാണല്ലോ നിങ്ങളുടെ മോൻ ഇവിടെ വന്ന് ഞങ്ങളെ പറ്റിയോ ഞങ്ങളുടെ വീടിനെ പറ്റിയോ ഒക്കെ അങ്ങ് പറഞ്ഞത്. ഞങ്ങൾ അത് കേട്ട് പിന്നെ വെറുതെ ഇരിക്കണമെന്നാണോ പറയുന്നത്? ഈ കുടുംബത്തെ പറ്റി മോശമായി സംസാരിച്ച ആ വീട് എങ്ങനെയുണ്ടെന്ന് നോക്കണമെന്ന് കരുതി. അതിപ്പോ വലിയ തെറ്റാണോ സുഭാഷേട്ടാ? ചെന്നു കണ്ടപ്പോഴല്ലേ ഇവിടത്തെക്കാളും പരിതാപകരമാണെന്നേ അവിടുത്തെ സ്ഥിതി എന്ന് സുധീഷ് പറയുന്നത് കേൾക്ക് ദേഷ്യത്തോടെ, ഞങ്ങളുടെ വീട് ചെറുതാണ്, എന്നാലും അന്തസ്സിന് ഒരു കുറവുമില്ല, അല്ലാതെ നിങ്ങളെപ്പോലെയല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ ഭാസ്കരനും, ഓ ഞങ്ങൾ പിന്നെ അന്തസ്സില്ലാതെ ജീവിക്കുന്നവരാണെന്നോ, ഒന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നുണ്ട്. ദേ ലോറി, മര്യാദയ്ക്ക് സംസാരിക്കണം, എടാ പോടാന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും എന്ന് നീതുവിന്റെ അച്ഛനും ദേഷ്യത്തോടെ പറയുക. ഭാസ്കരനും അവിടുന്ന് എഴുന്നേറ്റ് മുറ്റത്തേക്ക് വന്ന്, നീ എന്തു ചെയ്യൂടാ, പറയടാ വാടാ എന്നൊക്കെ പറഞ്ഞ് നീതുവിന്റെ അച്ഛന് നേരെ ചെല്ലുമ്പോഴേക്കും, വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് സുഭാഷ് അച്ഛനെ പിടിച്ചു മാറ്റുകയാ. നീതുവും അപ്പോഴേക്കും ഉമ്മറത്തേക്ക് എത്തുകയാ. ഭാസ്കരനും ചന്ദ്രനോടായി, ഡാ നീ ഓടിക്കുന്ന വണ്ടി പോലെ നീ ഉള്ളൂ, ഇതേ വണ്ടി വേറെയാ, കളിക്കല്ലേ ചന്ദ്ര, എനിക്കൊന്ന് ഗിയർ ചേഞ്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ നീ എന്ന് വിളിച്ചു പറയേ. അച്ഛനോട് മാറി നിൽക്കാനാ പറഞ്ഞു. മാറി നിക്കച്ച എന്ന് പറഞ്ഞ് സുഭാഷ് അച്ഛനെ തടയുകയാ. പിന്നീട് അവൻ സുധീഷിനോടായി, എടാ നീ ഇന്നിവരുടെ വീട്ടിൽ പോയോ എന്ന് ചോദിക്കേ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവരുടെ മകൻ ഇവിടെ വന്ന് ഷോ കാണിച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അപ്പൊ ഇവർ താമസിക്കുന്ന സ്ഥലം ഒന്ന് പോയി കാണണമെന്ന് കരുതി. ചേട്ടാ, തീപ്പെട്ടി കൂടുപോലുള്ള ആ വീട്ടിൽ നിന്ന് വന്നിട്ടാണ് ഇവര് നമ്മുടെ മെക്കിട്ട് കയറുന്നത്,
എന്ന് സുധീഷ് പരിഹസിക്കെ വീട് ചെറുതാണെങ്കിലും ഞങ്ങളുടെ അഭിമാനത്തിന് കുറവില്ലടാ എന്ന് നീതുവിന്റെ അമ്മയും പറയുകയാ. ഓ പിന്നെ എന്ന് സുധീഷ് പറയേ, നിങ്ങളെക്കുറിച്ച് ഈ നാട്ടുകാർ പറയുന്നതെല്ലാം അറിയാലോ, അതൊന്നും ഞങ്ങളെക്കുറിച്ച് ആരും പറയുന്നില്ലെന്ന് നീതുവിന്റെ അമ്മ പറയേ. നാട്ടുകാരുടെ കാര്യം വീട്, അവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഭാസ്കരനും മക്കളും ജീവിക്കുന്നില്ല. എന്താടോ ഓട്ടോ, ഭാര്യയും കൊണ്ടുവന്ന് വീടിന്റെ മുന്നിൽ സീനുണ്ടാക്കുക. കഴിഞ്ഞ ആഴ്ച നീ ആന്റപ്പന്റെ കയ്യിൽ നിന്ന് ഒരു 500 രൂപ വാങ്ങിയില്ലേ? അത് തിരിച്ചു വാങ്ങാൻ ഇന്നലെ വന്നപ്പോ നീ നിന്റെ വീടിന്റെ മുന്നിൽ വെച്ച് ഒരു അലമ്പുണ്ടാക്കിയില്ലേ? എടാ, ഒരു 500 രൂപ വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കാതെ ആളെ പറ്റിക്കുന്ന നീയാണോടാ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരുന്നേ എന്ന് ഭാസ്കരൻ ചോദിക്കുന്നവൾക്ക് ദേഷ്യത്തോടെ, തനിക്കറിയാമോടോ ഞാൻ എന്തിനാ വഴക്കുണ്ടാക്കിയതെന്ന്? അറിയാവോ എന്ന് ചന്ദ്രനും ദേഷ്യത്തോടെ ചോദിക്കുകയാ. പ്രായമായ ആളല്ലെന്ന് കരുതി ക്ഷമിച്ചതാ, എന്നിട്ട് എന്റെ മെക്കിട്ട് കയറുന്നോ എന്ന് ചന്ദ്രൻ ചോദിക്കേ. മെക്കിട്ട് കയറ മാത്രമല്ല, ഭാസ്കരൻ വേണമെങ്കിൽ ഒന്നങ്ങ് പൊട്ടിക്കുകയും ചെയ്യും, നിനക്ക് കാണണോ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴേക്കും ചന്ദ്രൻ ഭാസ്കറിന് നേരെ വരുന്നുണ്ടെങ്കിലും സുഭാഷും നീതുവിന്റെ അമ്മയും കൂടി അവരെ പിടിച്ചു മാറ്റുകയാണ്. നീതുവിന്റെ അമ്മ വീണ്ടും പറയുക, നിങ്ങളോടൊക്കെ വഴക്കുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് നാണക്കേടാ. ആദ്യം നിങ്ങളുടെ മകനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് എന്ന് പറയേ. ആദ്യം നിങ്ങളുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വാ എന്ന് ഭാസ്കരനും. എന്റെ മോൾ അടങ്ങാതെ നിൽക്കുന്നത് ഞാൻ സമ്മതിച്ചു, അത് ഞങ്ങൾ നിർത്തിക്കോളാം. അതിന് ചെയ്യേണ്ടത് എന്താന്നേ ഞങ്ങൾക്ക് അറിയാൻ ചെയ്യാം. പക്ഷെ മേലിൽ തന്റെ മോൻ എന്റെ മോളെ കാണാനും പാടില്ല, മിണ്ടാനും പാടില്ല എന്നവർ തീർത്തു പറയേ. അതെ, അവൾ എന്നെ കാണാൻ ഇങ്ങോട്ട് വരാന്നല്ലാണ്ട് ഞാൻ ഇതുവരെ അവളെ കാണാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇനിയും അവൾ വരികയാണെങ്കിൽ ഞാൻ കാണുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും എന്ന് ഹരീഷും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇനിയും അവൾ വരാതെ നോക്കേണ്ടത് ഞങ്ങളുടെ പണിയല്ലേ, അത് ഞങ്ങൾ ചെയ്തോളാം. നീ അങ്ങോട്ട് വന്നിട്ട് അവളെ കാണുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് നീതുവിന്റെ അമ്മ ഭീഷണിപ്പെടുത്തേ. ഓ, അത് നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, പക്ഷേ നിങ്ങളുടെ വിലക്ക് ധിക്കരിച്ച് അവൾ ഹരീഷിനെ കാണാൻ ഇങ്ങോട്ട് വന്നാൽ ഈശ്വരനാണ് അവരുടെ കല്യാണം ഞാൻ നടത്തും എന്ന് സുധീഷും വെല്ലുവിളിക്കുക. അത് കേൾക്കെ നീതുവിന്റെ അമ്മയും പരിഹാസത്തോടെ, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമായിരിക്കും എന്ന് ചോദിക്കേ. ആ, എന്താ സംശയം എന്ന് സുധീഷും. എടാ, ഒരു പെണ്ണിന് വാഴാൻ പറ്റിയ വീടാണോടാ ഇത്? ഈ വീട്ടിൽ വന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് ഇവിടെ സ്ഥിരമായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ശാപം പിടിച്ചൊരു നരകമാണിത്. ഇവിടേക്ക് എന്റെ മോളെ കൊണ്ടുവരാമെന്ന് ആരും വിചാരിക്കണ്ട എന്നവർ പറയേ. ഈ വീട്ടിലേക്ക് തന്നെയല്ലേ എന്റെ മകൻ സുധീഷ് ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത് എന്ന് നിധിയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞ്, അതും എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു കൊട്ടാരത്തിന്ന്. അന്ന് രാത്രി ഈ വീടിനെ കുറ്റം പറഞ്ഞ നാട്ടുകാർക്കൊക്കെ ഞങ്ങൾ ബിരിയാണി സദ്യ കൊടുത്തിരുന്നു. ആ കൂട്ടത്തിൽ വന്നിരുന്ന് കഴിച്ചു പോയപ്പോ ഈ വീടിനെ കുറ്റം തോന്നിയില്ലേ പെങ്ങളെ എന്ന് ഭാസ്കരനും ചോദിക്കുന്നുണ്ട്. ആര് കഴിച്ചു? ആർക്ക് വേണം നിങ്ങളുടെ ബിരിയാണി? നിങ്ങളുടെ മോൻ ഏതോ ഒരു കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് വന്നു എന്ന് കേട്ടപ്പോ ആ ഭാഗ്യദോഷിയെ നേരിട്ടൊന്ന് കാണാന്ന് വെച്ച് വന്നതാ, അല്ലാതെ തന്റെ ബിരിയാണി കഴിക്കാൻ വന്നതൊന്നുമല്ല. അറിഞ്ഞുകൊണ്ട് ഈ വീട്ടിലേക്ക് ആരും ഒരു പെണ്ണിനെ തരില്ല. അത് മനസ്സിലാക്കി ചേട്ടന്റെ പദ തുടരാനാണ് മൂന്നാമത്തെ മകന്റെ ഉദ്ദേശമെങ്കിൽ അതിനെന്റെ മോളെ കിട്ടില്ല. ഈ നാശം പിടിച്ച വീട്ടിലേക്ക് ഞാൻ അവളെ തരാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്നവർ ദേഷ്യത്തോടെ പറയേ. അതെ, ഇതിനേക്കാൾ നാശം പിടിച്ചതാണ് നിങ്ങളുടെ വീട്. അവിടുന്ന് അവൾ ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇവിടെ കയറ്റി താമസിപ്പിക്കും എന്ന് സുധീഷും പറയേ. അവർ ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും വഴക്കിടാൻ തുടങ്ങുകയാണ്. ഇതെല്ലാം കണ്ട് ടെൻഷൻ സഹിക്കാനാവാതെ നിധിയും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി വഴക്ക് കൂടിക്കൊണ്ട് നിൽക്കുന്ന സുധീഷിനെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരികയാ. തളത്തിലെത്തുമ്പോഴേക്കും നിധി, എന്താ വേണ്ടത്? അവര് വന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ? അവരോട് മറുപടി പറയുന്ന നേരത്താണോ എന്നെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്ന് സുധീഷ് ചോദിക്കേ. താലി എവിടെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഏത് താലി എന്ന് സുധീഷ് ചോദിക്കേ. എന്റെ താലി എന്നവൾ വീണ്ടും പറയേ. അത് താൻ അഴിച്ചു തന്നതല്ലേ എന്ന് സുധീഷും. അതെവിടെയാന്നാ ചോദിച്ചേ എന്ന് നിധി പറയേ. അത് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് റൂമിലേക്ക് കയറി പോവുകയാ. അവിടെ നീതുവിന്റെ അമ്മയും, അപ്പോ എന്റെ മോള് ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് വരണമല്ലേ? നല്ല കഥയായി. അതിന് ഈ വീടിന് എന്ത് അർഹതയാടോ ഉള്ളത്? മക്കൾക്കാരും പെണ്ണ് കൊടുക്കില്ലെന്ന് മനസ്സിലായപ്പോ ഒരു നല്ല കുടുംബത്തിലെ പെണ്ണിനെ കണ്ണും കലാശവും കാണിച്ച് മയക്കെടുത്തോളാൻ ചെറുപ്പത്തിലെ മക്കളെ പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണല്ലേ എന്നവർ ചോദിക്കേ. അതെ, അങ്ങനെ പഠിപ്പിച്ചു വളർത്തിയത് തന്നെയാ. എന്താ നിങ്ങളുടേത് പേരുകേട്ട തിരുവിതാംകൂർ രാജകുടുംബമല്ലേ? എന്റെ മോനെ കൊണ്ട് നിങ്ങളുടെ മോനെ പ്രേമിപ്പിച്ച് ആ കൊട്ടാരം ഇങ്ങ് തട്ടിയെടുക്കാനുള്ള പ്ലാനാ എന്താ എന്നച്ഛൻ ചോദിക്കുന്നത് കേൾക്കെ. മതി അച്ഛ എന്ന് പറഞ്ഞ അച്ഛനെ തടഞ്ഞ്, നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നേ എന്ന് സുഭാഷും ചോദിക്കുക. ഹരീഷും, ചേട്ടൻ ഇവരോടൊക്കെ എന്തിനാ സംസാരിക്കുന്നേ? ഇവരുടെ മകളാ എന്നെ പ്രേമിച്ചത് എന്ന് പറയേ. അവര് പ്രേമിച്ചാ നീ തിരിച്ചു പ്രേമിക്കോ? നീ അവളോട് സംസാരിക്കോ? എടാ, നിനക്ക് അതിനുള്ള എന്ത് യോഗ്യതയാടാ ഉള്ളത് എന്നൊക്കെ അവർ പറയുന്നത് നിധി ശ്രദ്ധിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് താലി വെച്ച ഒരു സൂട്ട് കേസുമായി സുധീഷ് അങ്ങോട്ട് വരുന്നത്. ഒന്ന് വേഗം എടുക്ക് എന്ന് നിധി പറയും. സുധീഷ് അത് തുറന്ന് അതിൽ നിന്നൊരു ബോക്സ് എടുക്കുകയാ. കുറെ അധികം പെട്ടികളും ബോക്സുകളും കണ്ട് ഇതെന്താ ഇത്രയും പെട്ടിയും കവറുകളും എന്ന് നിധി ചോദിക്കേ. താലിയല്ലേ, ഭദ്രമായി സൂക്ഷിക്കണമല്ലോ, പ്രത്യേകിച്ചും നിധിയിട്ടിരുന്ന താലിയല്ലേ, അതിന് വാല്യൂ കൂടുതലാണല്ലോ എന്നവൻ പറയേ. ഓ, വേഗം താ എന്ന് നിധിയും. തിരക്ക് കൂട്ടല്ലേ, എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവനാ പൊതിയഴിച്ച് താലി എടുക്കുമ്പോഴേക്കും താ എന്ന് പറഞ്ഞ് നിധി കൈ നീട്ടുന്നുണ്ടെങ്കിലും അവനത് മാറ്റി. അല്ല, ഇതിപ്പോ എന്തിനാ ചോദിച്ചത്? ഇനി വല്ല പണയം വിൽക്കാനും വല്ലതുമാണോ? ഹരീഷിന്റെ കെട്ട് നടത്താനായിരിക്കും അല്ലേ
പെണ്ണിനെ അവര് തരുമോ എന്ന് സുധീഷ് ചോദിക്കേ. കൊഞ്ചം നിൽക്കാതെ ഇങ്ങ് താടോ എന്ന് നിധിയും. ഡോന്നോ എന്ന് സുധീഷ് ചോദിക്കേ. ഇങ്ങ് തരാൻ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് ആ താലിമാല വലിച്ചെടുക്കുക നിധിയും. അവൾ ആ താലിമാലയും ഉയർത്തിപ്പിടിച്ച് നോക്കി നിൽക്കേ. നിധി എന്താ എന്ന് അമ്പരപ്പോടെ സുധീഷും നോക്കി നിൽപ്പാ. നിധി പെട്ടെന്ന് ആ താലിമാല തന്റെ കഴുത്തിലേക്ക് എടുക്കുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും നോക്കി നിൽപ്പാ. അവിടെ മുറ്റത്തെ ആദ്യം നിങ്ങളൊന്ന് വായടയ്ക്ക് സ്ത്രീയെ എന്ന് ഭാസ്കരൻ പറയേ. സ്ത്രീയെന്നോ എന്ന് നീതുവിന്റെ അമ്മയും. എന്താ നിങ്ങൾ സ്ത്രീയല്ലേ, പുരുഷനാണോ? ചന്ദ്ര, ഈ സാധനത്തിനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക് എന്ന് പറയേ. മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് ചന്ദ്രനും ഭാസ്കരൻ നേരെ വരുന്നുണ്ടെങ്കിലും നീതുവിന്റെ അമ്മ അയാളെ പിടിച്ചു മാറ്റി. എന്ത് തോന്നിവാസം നിങ്ങൾ ഈ കാണിക്കുന്നു, കൈ ചൂണ്ടി സംസാരിക്കുന്നോ എന്നൊക്കെ പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങുകയാണ്. സുധീഷ് അപ്പോഴും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അഴിച്ചു തന്നത് തിരിച്ചിട്ടോ എന്ന് ചോദിക്കേ. വാ എന്ന് അവനെ വിളിച്ച് നിധി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. മുറ്റത്തെ വഴക്കിനിടയിലേക്ക് നിധി ഇറങ്ങിച്ചെന്ന് നിർത്ത് എന്ന് പറയേ. നീ ആരടി എന്നോട് ഇതൊക്കെ പറയാൻ എന്ന് നീതുവിന്റെ അമ്മയും ചോദിക്കുക. സുധീഷും സന്തോഷത്തോടെ അപ്പോഴേക്കും ഉമ്മറത്തേക്ക് എത്തുന്നുണ്ട്. നിധി വീണ്ടും നിർത്താനാ പറഞ്ഞത്. എന്താ നിങ്ങൾക്ക് വേണ്ടത്, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കേ. മോളെ നീ അതങ്ങ് വിട്ടേക്ക് എന്ന് സുഭാഷ് ഏട്ടൻ. മിണ്ടാതിരിക്കും സുഭാഷ് ഏട്ടാ, ആരും ഇനി ഇവിടെ മിണ്ടാൻ പാടില്ല. ഇത്ര നേരം എല്ലാവരും മിണ്ടിയതല്ലേ, ഇനി ഞാൻ സംസാരിക്കാം. എന്താ ഇപ്പോ നിങ്ങൾക്ക് ഈ വീടുമായുള്ള പ്രശ്നം? ഒരു പെണ്ണിവിടെ വാഴില്ല എന്നുള്ള നാട്ടുകാരുടെ കുറ്റം പറച്ചില് അതല്ലേ? ഞാൻ ഇവിടെ ജീവിക്കുന്നില്ലേ? ഞാൻ സുധീഷിനെ കല്യാണം കഴിച്ച് ഇവിടെ വന്നിട്ട് 4-5 മാസമായില്ലേ? ഞാൻ ഇവിടെ സന്തോഷമായിരിക്കുന്നുണ്ടല്ലോ എന്നത് ചോദിക്കേ. അത് കേട്ട് സന്തോഷത്തോടെ ചിരിക്കുക നികേഷും സുധീഷുമെല്ലാം. അമ്പരപ്പോടെ നോക്കി നിൽപ്പാ ഭാസ്കരനും സുഭാഷുമെല്ലാം. ഞാൻ ഇവിടെ വന്നപ്പോഴും നിങ്ങളുടെ ഈ നാട്ടുകാരെന്താ പറഞ്ഞത്? ഇതിവിടെ സഹിക്കില്ല, വന്ന വേഗത്തിൽ തന്നെ തിരിച്ചോടിപ്പോയിക്കോളുമെന്നല്ലേ? എന്നിട്ട് അത് ഉണ്ടായോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഈ വീട്ടുകാർ എന്നോട് എന്തേലും കുഴപ്പം ചെയ്തോ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും അവളെ നോക്കി നിൽക്കുന്ന ഭാസ്കരനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും താലി കഴുത്തിലണിഞ്ഞ് മാസ് ഡയലോഗ് അടിച്ച നിധിയെ സുധീഷ് പുകഴ്ത്തുന്നത് കേൾക്കെ അവൾ ആ താലി അഴിച്ച് വീണ്ടും സുധീഷിന്റെ കയ്യിലേക്ക് നൽകി ഭദ്രമായി സൂക്ഷിച്ചു വെക്കാൻ പറയുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.